പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സുകളിൽ ഒന്നാമത്തേത് WWE റോ എപ്പിസോഡിലൂടെ അടുത്ത ആഴ്ചത്തെ റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും, രണ്ടാമത്തേത് റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ചും, മൂന്നാമത്തേത് ദി റോക്ക് WWEയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ജെ ഊസോ വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. രണ്ടാമത്തേത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗുന്തർ കോഫി കിങ്സ്റ്റനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. കോഫി കിങ്സ്റ്റനും സേവിയർ വുഡ്സും അവരുടെ ന്യൂ ഡേ ടീം ഇമ്പീരിയത്തിനെതിരെയാണ് ഇപ്പോൾ ഫ്യൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രകാരമുള്ള ഒരു ടാഗ് ടീം മത്സരം ഒരു ഡബിൾ കൗണ്ട് ഔട്ടിൽ അവസാനിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷം നടന്ന വലിയൊരു ഫൈറ്റാണ് പിന്നീട് കോഫി കിങ്സ്റ്റൺ ഗുന്തറിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ റോയൽ റംബിളിന് ശേഷമുള്ള ആദ്യത്തെ റോ എപ്പിസോഡിൽ തന്നെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ മത്സരം എന്ന് പറയുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെന്റ് ഡേയിലെ ഡെമിൻ പ്രീസ്റ്റും ഫിൻ ബെലറും DIY എന്ന് പറയുന്ന ജോണി ഗർഗാനോ, ടൊമാസോ ചാമ്പ തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇങ്ങനെ 3 മത്സരങ്ങൾ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ ടെലികാസ്റ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അമേരിക്കയിൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും 2025 ജനുവരി മാസം മുതൽ റോ എപ്പിസോഡിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഷോകൾ WWE ഇനി സ്ട്രീം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടെലിവിഷന് കീഴിലാണ് അമേരിക്കയിൽ റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2024 ഡിസംബറിൽ ആ ഒരു ഡീല് അവസാനിക്കും. 2025 ജനുവരിയോടുകൂടി പുതുവർഷത്തിൽ അവർ നെറ്റ്ഫ്ലിക്സിലേക്ക് അടുത്ത വർഷം കൂടുമാറും എന്നുള്ളതാണ് ഇപ്പോൾ WWE ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതിനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ സോണി ചാനലുകളിൽ തന്നെയാണ് കോൺട്രാക്റ്റ് പ്രകാരം WWE ഷോസ് എല്ലാം ടെലികാസ്റ്റ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലും അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സോണിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കാതെ നെറ്റ്ഫ്ലിക്സിലേക്ക് WWE ഷോകൾ മാറാനുള്ള സാധ്യത ഉണ്ട്. നമുക്കൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് വേണമെങ്കിലും പുറത്തേക്ക് വരാം. വലിയൊരു മാറ്റമാണ് റോ എപ്പിസോഡിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് ഈ ഒരു ഡീല് കൊണ്ടുവരുന്നത്. 31 വർഷം തുടർച്ചയായി TV-യിൽ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഷോ ഒരു സ്ട്രീമിംഗ് സൈറ്റിലേക്കാണ് ഇനി മാറുന്നത്. ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പോകുകയാണെന്നാണ് ട്രിപ്പിൾ എച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് WWE എന്ന് പറയുന്ന കമ്പനി TKO എന്ന മറ്റൊരു കമ്പനിക്ക് കീഴിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എൻഡവറുമായിട്ടുള്ള WWEയുടെ മെർജിന് ശേഷമാണ് TKO എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പ് വന്നത്. TKO എന്ന കമ്പനിക്ക് കീഴിൽ UFC, WWE തുടങ്ങിയ കമ്പനികളൊക്കെ മാറുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. TKO എന്ന ആ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഒരു പുതിയൊരു ബോർഡ് ഓഫ് ഡയറക്ടർ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല ഡ്വെയ്ൻ ജോൺസൺ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ദി റോക്കാണ്. അപ്പോൾ റോക്കിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് സാധിക്കുന്ന ചെറിയൊരു ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ റോക്കിന് WWE സംബന്ധിച്ചും UFCയെ സംബന്ധിച്ചുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഇനി പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിർണായകമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും ഇനി റോക്കിൻ്റെ കൂടി സമ്മതം വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. റോമൻ റീൻസിൻ്റെ ടൈറ്റിൽ റണ്ണിനെ സംബന്ധിച്ചായാലും മറ്റ് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചായാലും റോക്കിന് അഭിപ്രായം പറയാം. റോക്കിന് വേണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ക്രിയേറ്റീവ് റോളിലേക്ക് റോക്ക് കയറി വരുന്നില്ല. അദ്ദേഹം TKO എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരംഗമാണ്. കൂടാതെ ദി റോക്ക് എന്ന് പറയുന്ന ആ ഒരു പേര്, ആ ഒരു ട്രേഡ് മാർക്ക് ഡ്വെയ്ൻ ജോൺസൺ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റോക്കിനെ സംബന്ധിച്ച് വലിയ വലിയ വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വരുന്നു. റോയൽ റംബിളിൽ ഒരു സർപ്രൈസ് എൻട്രി പോലെ മത്സരത്തിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കേൾക്കുന്നു. റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. റോക്കിൻ്റെ ആരാധകരെ സംബന്ധിച്ച് വലിയ വലിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.